ഗോവിന്ദ ഭാര്യ വീട്ടിലിരിക്കട്ടെ. തളിപ്പറമ്പിലെ സഖാക്കൾ പറഞ്ഞത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. കുറച്ചു കാലമായി CPM-ൽ ഒരു ശീലമാണ് ഭാര്യമാർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർ ഉദ്യോഗം കൊടുക്കുന്നത് കൂടാതെ വിജയരാഘവൻ്റെ കാലം മുതൽ ഒരു പുതിയ പ്രവണത വന്നു. വിജയരാഘവൻ ഭാര്യയെ പ്രൊഫസറാക്കി പ്രിൻസിപ്പളാക്കി, അത് കഴിഞ്ഞപ്പോൾ MLA ആക്കി, മന്ത്രിയാക്കി. അപ്പോൾ ഗോവിന്ദന് തോന്നിയൊരു കാര്യം ചെയ്യും, ഞാൻ സംസ്ഥാന സെക്രട്ടറി, എൻ്റെ ഭാര്യ ശ്യാമള MLA ആവട്ടെ, അത് കഴിയുമ്പോൾ ശ്യാമളയെ മന്ത്രിയാക്കാം. അതിനുള്ള പൂതി കൊണ്ടാണ് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു ആന്തൂർ സാജന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ദുഷ്ടസ്ത്രീ അവരെ ഒരുളുപ്പുമില്ലാതെ MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാക്കി തളിപ്പറമ്പിൽ. അപ്പോൾ അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല നിങ്ങൾക്ക് വനിതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സുകന്യ ഇല്ലേ? സുകന്യ ഓർക്കുന്നുണ്ടല്ലോ, ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ, പണ്ട് കേരള യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അങ്ങനെയുള്ള ജെയിംസ് മാത്യുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം സുകന്യ വളരെ സജീവ രാഷ്ട്രീയത്തിലായിരുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം. സുകന്യയാക്കി കൂടെ? വനിതയാക്കുക എന്നുള്ളതല്ല, എൻ്റെ ഭാര്യ MLA ആവണം. അപ്പോൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ട്, പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ആയ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവിടെ മന്ത്രിയുമാകും. അപ്പോൾ വീട്ടിലൊരു മന്ത്രി വേണം, ഒരു മന്ത്രിനി വേണം. അപ്പോൾ വിജയരാഘവൻ തുടങ്ങി വെച്ച പാരമ്പര്യം ആവർത്തിക്കാൻ വേണ്ടി ഗോവിന്ദൻ കളിച്ച കളി. ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി ഒന്ന് വീണിട്ട് വേണം മുഖ്യമന്ത്രി ആവണമെന്ന് കാത്തിരിക്കുന്ന ആളാണ് ഗോവിന്ദൻ എന്ന് കരക്കമ്പിയുണ്ട്. ഏതായാലും ജനം തീരുമാനിച്ചു, അങ്ങനെ ഗോവിന്ദൻ്റെ ഭാര്യ ഇപ്പോൾ ആവണ്ട. ഇതുപോലെ അഹങ്കാരത്തിന് കയ്യും കാലും പിടിച്ചു വെച്ച ഇതുപോലെയുള്ളൊരു സ്ത്രീ അവരങ്ങനെ MLA ആയിട്ട് പോവണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ CPM-ൻ്റെ ശക്തി ദുർഗമായ തളിപ്പറമ്പ് വീണു. തളിപ്പറമ്പിൽ CPM തോൽക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഭാര്യ സംവരണം അവസാനിപ്പിച്ചു. അത് മാത്രമല്ല, ഇത് ഈ TK ഗോവിന്ദൻ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട ആളാണ്. അദ്ദേഹം രാജിവെക്കുന്നത് പിണറായി വിജയൻ വാർത്ത വന്നപ്പോഴാണ് അറിഞ്ഞതെന്നാണ് അറിയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിയിൽ നിന്ന് പാർട്ടി വിടാൻ തീരുമാനിക്കുന്നതിന് തൊട്ടു മുമ്പ് EP ജയരാജൻ്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. EP ജയരാജനെ പോയി കണ്ട് കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ പിണറായി മാത്രം അറിഞ്ഞില്ല, ബാക്കി എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ്റെ ഭാര്യയെ ഒരു മന്ത്രിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ ആർക്ക് പറ്റും? ഏതായാലും ഭാര്യാ സംവരണം CPM-ൽ കൊണ്ടുവന്ന സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനാണെങ്കിൽ ആ പാരമ്പര്യം തുടരാൻ തീരുമാനിച്ച ഗോവിന്ദനോടും കടക്ക് പുറത്ത് എന്ന് ജനം പറഞ്ഞു. ജനത്തിൽ മഹാഭൂരിപക്ഷവും പാർട്ടിക്കാരാണ്. സത്യത്തിൽ ഒരു ഉളുപ്പ് ലവലേശമുണ്ടെങ്കിൽ MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഈ അപ്പം ചുട്ട് സിൽവർ ലൈനിൽ കൊണ്ട് കൊച്ചി വിറ്റിട്ട് തിരിച്ചു പോകാമെന്നൊരു തിയറി ഉണ്ടല്ലോ, രാജിവെച്ച് പോകണം. എന്തു പറയുന്നു? ഞാൻ ഇത്രയൊക്കെ ആത്മരോഷം കൊണ്ട് പറഞ്ഞതാണ്. ഇല്ല സുനിൽ, ഞാൻ ഒന്നാമത്തെ ഒരു കാര്യം പറയാം. ഗോവിന്ദൻ ഒരിക്കലും, അതായത് MV ഗോവിന്ദൻ ഒരു CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആവാൻ യോഗ്യനല്ല. ഡ്രിൽ മാഷ് മോശമെന്നല്ല കേട്ടോ, നമ്മളെയൊക്കെ ആദരണീയരായ ഡ്രിൽ അധ്യാപകർ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഓലക്കാൽ ശീലക്കാൽ പഠിപ്പിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. പാർട്ടി വർക്കേഴ്സിൻ്റെ അടുത്തൊന്നും അതൊന്നും നടക്കൂല. വായിക്കൊള്ളാത്തവരെ വർത്തമാനം പറയും. അതെ, മനുഷ്യർക്ക് മനസ്സിലാവാത്ത വർത്തമാനം. അത് അവരുടെ അഖില ലോക പ്രശസ്തനായ ഫിഡൽ കാസ്ട്രോയുടെ തൊട്ടടുത്ത സുഹൃത്തായ MA ബേബി അങ്ങനെ പറയുള്ളൂ. മനുഷ്യർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ കുടുംബ രാഷ്ട്രീയം അതിൻ്റെ കാലമൊക്കെ മാറി. കുടുംബ രാഷ്ട്രീയത്തിൻ്റെ കാലം മാറി. എൻ്റെ അപ്പൂപ്പൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മ പ്രധാനമന്ത്രിനേക്കാളും വലിയ ആളായിരുന്നു, സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി പദവും അതുപോലെ പാർലമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് കളിക്കാനുള്ളൊരു വേദിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരണയിൽ നടക്കുന്നത് ശുദ്ധ തെറ്റാണ്. കേരള രാഷ്ട്രീയത്തിൽ എന്നേ മക്കൾ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിയതാണ്. ഓർക്കുന്നില്ലേ, EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ഒരാളുണ്ടായിരുന്നു, 2 തവണയോ 1 മത്സരിച്ചു, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി അയാൾ. ശ്രീധരൻ, EM ശ്രീധരൻ നമ്പൂതിരിപ്പാട്. മറ്റേ നമ്പൂതിരിപ്പാട് എന്നുള്ളത് മൂപ്പര് സുന്നത്ത് ചെയ്ത് മാറ്റി, ഇത് ചെയ്തു. അപ്പോൾ അതിൽ നിന്നെങ്കിലും മനസ്സിലാക്കണമായിരുന്നു ഈ മക്കൾ രാഷ്ട്രീയം അല്ലെ ഭാര്യ രാഷ്ട്രീയം ഇതൊന്നും CPM-ൽ ഓടൂല. കോൺഗ്രസിലും അത് ഓടില്ല, പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആൾക്കാർ CPM-ൽ കുറച്ചു കാലമായിട്ട് മക്കൾ രാഷ്ട്രീയവും ഭാര്യ രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. ഈ കണ്ണൂരിലെ ഈ സാറന്മാരെല്ലാം ബന്ധുക്കളാ. ഇന്നിപ്പോ ഒരു പരസ്പരം ബന്ധുക്കളാ. കണ്ണൂർ ലോബിയുടെ ഭരണം ഇതോടുകൂടി തീർന്നു. പിണറായി വിജയൻ തകർന്നു. എന്താ ഈ കണ്ണൂർ കോട്ട ഇങ്ങനെ തകർന്നു വീഴാൻ എന്താ കാരണം? അത്
ഞാൻ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാം, അതൊന്ന് മേടിച്ചു വായിക്കണം. തായ് പരദേവതന്മാരുടെ വിലാപങ്ങൾ. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് അതിനകത്തില്ല. ബാലകൃഷ്ണൻ ചെമ്മഞ്ചേരി എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം മലബാറുകാരനാണ്. വടക്കേ മലബാറിലുള്ളൊരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം ഈ പാർട്ടിയെ കുറിച്ചിട്ട് എഴുതിയൊരു നോവലാണത്, തായ് പരദേവതന്മാരുടെ വിലാപം. എവിടെ കിട്ടും? ഇന്ത്യ ബുക്ക് ഹൗസിൽ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ കിട്ടും. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. വായിക്കണം, അത് കുഴപ്പരുത് പ്ലീസ്. ഉറപ്പായിട്ട് വായിക്കാം. അത് കഴിഞ്ഞൊരു 10 ചോദ്യം എന്നോട് ചോദിച്ചോ ക്യാമറയ്ക്ക് മുന്നിൽ. ഇല്ല, അത് ആ പാർട്ടിയുടെ എന്താ പറയുക, ഇന്നത്തെ അവസ്ഥ അതിനകത്ത് വ്യക്തമായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വേർഡോ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള വേർഡോ ഉപയോഗിച്ചിട്ടേ ഇല്ല. നമുക്കറിയാം ആരെയാണ് ഉദ്ദേശം വെച്ചിരിക്കണമെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, മലബാറിലെ സാംസ്കാരിക രംഗങ്ങൾ, മലബാറിൻ്റെ തനത് പാരമ്പര്യം, അതുമായിട്ടുള്ള തെയ്യം, ഇതെല്ലാം മുത്തപ്പൻ തിറ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ പാർട്ടി ജനങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാറിയതെന്നും ഈ പാർട്ടി എങ്ങനെയാണ് ഒരു പാർട്ടി ഗ്രാമങ്ങൾ കെട്ടിപ്പടുത്തതെന്നും അതിനകത്ത് വ്യക്തമായി 200 പേജറ്റേ ഉള്ളൂ സുനിൽ. അന്ന് സുനിൽ വായിച്ച പുസ്തകം ഞാൻ ഇന്ത്യ ബുക്ക് ഹൗസിൽ നിന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ കിട്ടും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ എവിടെന്നെങ്കിലും മേടിച്ചുകൊണ്ട് തരാം. ഐ വാണ്ട് യു ടു റീഡ് ദാറ്റ്. ഉറപ്പായിട്ടും. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ ബംഗാളിൽ എത്ര പേരുണ്ട് കുടുംബ രാഷ്ട്രീയമായിട്ട് കൊണ്ടു നടക്കണം. എന്നാണോ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോയിൽ ഭാര്യയും ഭർത്താവും വന്ന അന്ന് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഇത് തുടങ്ങി, അവസാനം തുടങ്ങി. ഒരു അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നു, അറിയില്ലേ? അപ്പോൾ അത് പിന്നെ അത് മാത്രമല്ല, അവരൊരു പഞ്ചനക്ഷത്ര സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ നാട്ടിൽ ഇതൊക്കെ പറയണം, ചടയൻ ഗോവിന്ദനെ പോലുള്ള പാർട്ടി സെക്രട്ടറിക്ക് ഈ പാർട്ടീനെ ഇത്രമാത്രം ഇഫക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ അവർക്ക്? അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ സെൽഫിഷ്നെസ്, സ്വാർത്ഥത, അതൊന്നുകൊണ്ട് മാത്രമാണ്. ചില നേതാക്കന്മാരുടെ സ്വാർത്ഥതയും ഈ പറയുന്ന മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടല്ലോ ജനങ്ങളോട് എന്ത് പുച്ഛാണെന്ന് അറിയാമോ സുനിലിന്? ഞാൻ അറിയുന്ന ഒരു വലിയ മാർക്സിസ്റ്റ് നേതാവുണ്ട് ചെന്നൈയിൽ. അയാൾ കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ പാർട്ടി നേതാക്കന്മാർ കൂടി അതിനകത്ത് മറ്റേ പ്രകാശ് കാരാട്ടിനും സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നപ്പോൾ അയാൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ബാക്കി കണ്ണിക്കണ്ട അലവലാദികളൊന്നും അതിനകത്തോട്ട് കയറ്റൂലായിരുന്നു. അപ്പം അത് ഇവിടെ കേരളത്തിലും വ്യാപിച്ചിരിക്കുന്നു. 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ സ്വയം അങ്ങ് മറന്നുപോയി. ഇവരുടെ വിചാരം ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തോളും, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ അത് വിശ്വസിച്ചോളും. ദേ ആർ സ്ലേവ്സ്, അടിമകളാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കുള്ളൂ എന്നുള്ളത്. ഇപ്പം ADM ഇല്ലേ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, പത്തനംതിട്ടക്കാരൻ ഒരാൾ മരിച്ചില്ലേ, അയാളുടെ ഭാര്യനെ ഇവർ എന്തുമാത്രം പീഡിപ്പിച്ചു. ഒരു മാനസികമായി പറയുന്നുണ്ട് അത് അയ്യപ്പൻ്റെ തീരുമാനമാണെന്ന്. കാരണം ശബരിമല പെണ്ണുങ്ങളെ കയറ്റുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് അയാളായിരുന്നു. ഈ ADM ആയിരുന്നു, അവിടെയായിരുന്നു, പ്രപത്തനംതിട്ടയിലായിരുന്നു. ഓഹോ, അയാൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. അയാളുടെ ഭാര്യ മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയായിരുന്നു. അതെ, അങ്ങനെ ഒരു കഥ പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗോവിന്ദൻ്റെ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഗോവിന്ദൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോയിട്ട്, അല്ല പിണറായി വിജയന് അങ്ങോട്ട് മാറിയിരിക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ട് മാറിയിരിക്കും, ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ടിരിക്കും, അതിന് പറ്റുന്ന ഒരാൾ. അയാൾക്ക് തൽക്കാലം ഒരു യെസ് മാനെയാണ് ആവശ്യം ഉണ്ടായിരുന്നത്, ഒരു അക്കോലൈറ്റ് എന്ന് പറയും നമ്മൾ, അക്കോലൈറ്റ്. അയാളുടെ ഹാങ്ങേഴ്സ് ഓൺ സൈഡ് കിക്ക് എന്ന് വേണേൽ പറയാം. സൈഡ് കിക്ക് കേട്ടിട്ടില്ലേ? എന്നാണ് പിണറായിയുടെ സൈഡ് കിക്കാണ് ഗോവിന്ദൻ എന്ന് പറയില്ല. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗോവിന്ദൻ്റെ ഫ്യൂച്ചർ തീർന്നു. പിണറായി വയസ്സായി പാർട്ടിയിൽ നിന്ന് മാറിയതോടുകൂടി ഇനിയിപ്പോൾ ഗോവിന്ദനെ ആരെങ്കിലും അടുപ്പിക്കുമോ? നല്ല കാര്യം. തിരുവിതാംകൂർക്കാരും ആ കള്ളന്മാരെ 2 പേരെ അവിടെ ഉള്ളത്, ഒരു കുണ്ടറ കാസ്ട്രോയും മറ്റേ കയറുവിരി പ്രൊഫസറും, അവരൊക്കെ ഇയാളെ നോക്കി വച്ചേക്കല്ലേ, നോട്ടിട്ട് വച്ചേക്കല്ലേ. ഇനി കാണാൻ കളി നമുക്ക്. ഈ പാർട്ടീസ് ഓൺ ദ വേ ഓഫ് ഡിസിൻറ്റിഗ്രേഷൻ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസിൻറ്റിഗ്രേറ്റഡ്. ഈ പാർട്ടിയെ നശിച്ച് പണ്ടാറടങ്ങും, നോക്കിക്കോളൂ. അതാണ് ഉണ്ടാവാൻ പോണത്. ശപിക്കരുത്. ഞാൻ ശപിക്കണമല്ല, കാരണം അതിന് എത്ര പേരെ കൊന്നിരിക്കണു അവര്, എത്ര പേര് പാർട്ടിയില്ല. ഞാൻ നുണ പറഞ്ഞ് പരുത്ത്. ആരെങ്കിലും അവർക്ക് ഇഷ്ടമല്ല എന്ന് കണ്ട ക്യാരക്ടർ അസാസിനേഷൻ, സ്വഭാവഹത്യ.
പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു മുൻ മന്ത്രിയുടെ മകൻ അയാളെ പാർട്ടി നിയമസഭയ്ക്കകത്തിട്ട് ഭരതൻ എന്ന് പറഞ്ഞ MLA തല്ലി പഞ്ചറാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പഴയ ഓ ഭരതനോ? ഭരതൻ ഉം. അയാള് ആ തല്ലി പഞ്ചറാക്കിയ ആളുടെ മകൻ തന്നെ അവരുടെ പാർട്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. മറ്റേ കിണറ്റിലിറങ്ങിയ പാർട്ടി അല്ലേ? അപ്പം എങ്ങനെ ചൊവ്വാവാനാണ് ഈ പാർട്ടി? ഇത് നേതാവ് ഇത് പോയി, ദാറ്റ്സ് ഓൾ. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ ഈ സതീശനും പിന്നെ രമേശനും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് സന്ദീപിൻ്റെ അടുത്ത് പറയായിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാനുണ്ടാവില്ല, ഞാൻ മരിക്കും തീർച്ചയായും. എനിക്ക് ഇത്രയുള്ള പ്രായ സുഖമില്ല, എനിക്ക് വയ്യ, എൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോകും. പക്ഷേ ഇനി എനിക്ക് ഇങ്ങനെ ഇവന്മാരുടെ ഭരണം 5 വർഷം കാണേണ്ടി വരില്ല, എനിക്ക് കാണാനുള്ള ശക്തിയില്ല. ഐ വിൽ ബി ടു ഹാപ്പി ടു ഡൈ. കാരണം എന്താ പറയുക, ഇത് അനന്തമൂർത്തിയോ മറ്റേ കുഞ്ഞിരാമനോ പറഞ്ഞ പോലെ അല്ല കേട്ടോ. ഇത് ഈ എന്താ ഇത് സഹിക്കേണ്ട ഗതികേട് നമുക്കാണ് വരിക ജീവിച്ചിരിക്കുന്നതോളം. ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട്, ലവ് ജിഹാദിനൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടിങ് കിട്ടും. അതെ അതെ, ലവ് ജിഹാദ്, നാർക്കോട്ടിക്സ് ജിഹാദ്, പിന്നെ എന്താ ലാൻഡ് ജിഹാദ്, ഇതിനൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടിങ് കിട്ടും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സഹായിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെയാണ്. പക്ഷെ ഇതിന് ഉത്തരവാദി മുഴുവൻ ഇപ്പോഴത്തെ നിലവിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ടോപ്പ് കേരളത്തെ നശിപ്പിച്ചതിൻ്റെ പിണറായി വിജയൻ മാത്രം കൊടുത്താൽ മതി.